ജെ.കെ. റിവ്യൂവിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ലീഡർ എന്ന തമിഴ് സിനിമയുടെ റിവ്യൂ ആണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. സബ്സ്ക്രിപ്ഷൻ എനിക്ക് വളരെ കുറവാണ്, അതുകൊണ്ടാണ്. പിന്നെ എൻ്റെ മുഖത്ത് കാണുന്നത് ചിക്കൻ ബോക്സിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. നിങ്ങളത് കണ്ടിട്ട് ഭയക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത്. ഓക്കെ, കുറച്ച് നാളുണ്ടാവും, സഹകരിക്കാം. അപ്പോൾ ഇതിലത്തെ നായകനെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നറിയില്ല. ശരവണ സ്റ്റോഴ്സിൻ്റെ ഒരു ആളാണ്. ഓക്കെ, ഇയാളുടെ മുമ്പ് ഒരു പടം വന്നിട്ടുണ്ടായിരുന്നു. ഇയാളുടെ നടത്തൊക്കെ ഏതാണ്ട് ഈ റോബോട്ടിൻ്റെ പോലെയുള്ള ഒരു ബോഡി ലാംഗ്വേജ് ആണ് മൊത്തത്തിൽ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ പറയാം, അണ്ണാച്ചിയാണ് ഇതിനകത്ത് നമ്മുടെ ഹീറോ. അപ്പോൾ 1% പോലും ഈ സിനിമയ്ക്ക് ഹോപ്പ് ഉണ്ടാവാൻ സാധ്യതയില്ല. എന്നാലും സെന്തിൽ കുമാർ ഇദ്ദേഹത്തെ വെച്ച് എന്താണ് കാണിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയാണ്. അതായത് ആ ട്രെയിലർ, അടിപൊളി ട്രെയിലറാണ് ഇതിൻ്റെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ട്രെയിലർ കണ്ടതിന് ശേഷം ഉണ്ടായ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് പോയി കണ്ട ഒരു സിനിമയാണ്. പടം നല്ല രീതിയിൽ എൻഗേജിങ് ആയിരുന്നു. ഇത് ഒരു ഹീറോയുടെ പടം എന്നതിനുപരി ഇതൊരു ഡയറക്ടർ ബ്രില്യൻസ് ആണ്. ഡയറക്ടറുടെ പടമാണ്, സെന്തിൽ കുമാറിൻ്റെ പടമാണ്. ആ രീതിയിൽ നമുക്ക് ഈ പടത്തിനെ കാണാം. അതായത് ഇപ്പോൾ ഏതൊരാളേനെ വെച്ചിട്ടായാലും എനിക്ക് പടം ഹിറ്റടിപ്പിക്കാൻ കഴിയും എന്ന് തെളിയിച്ച ഒരു ഡയറക്ടർ. അതായത് ഒരുപാട് ട്വിസ്റ്റുകൾ നിറഞ്ഞ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു പടം. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് നല്ല പോലെ എൻഗേജിങ് ആയിരുന്നു, ത്രില്ലിംഗ് ആയി. അതായത് ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ത്രില്ലിംഗ് ആയിട്ട് പറയുകയാണ് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് ഹാഫിൽ പ്രോപ്പറായിട്ട് ഇപ്പോൾ ആ ത്രില്ലിംഗ് നിറഞ്ഞ സംഭവങ്ങൾക്കൊക്കെ ഒരു ഡീറ്റെയിലിംഗ് നൽകിയിട്ട് ഇത് കൊള്ളാലോ എന്നൊക്കെ തോന്നിപ്പോകുന്ന രീതിയിൽ പടം മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പടത്തിലെ ട്വിസ്റ്റുകളുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതും കൺവിൻസിങ് ഒന്നുമല്ല. എന്നാൽ നമുക്ക് ആ പടത്തിൻ്റെ ആ ഒരു ഫ്ലോ പോകുന്നുണ്ടല്ലോ, അപ്പോൾ ആ ഫ്ലോ അല്ലേ അതൊരു കുറവല്ലാണ്ട് നമുക്ക് കണ്ടിരിക്കാൻ സാധിക്കും. ഒരു ഗിൽറ്റി പ്ലഷർ എന്ന നിലയിൽ നമുക്ക് കണ്ടിരിക്കാം. പിന്നെ സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നത് നമ്മുടെ ഹീറോയുടെ ഫ്ലാഷ് ബാക്കാണ്. അണ്ണാച്ചി ഒരുപാട് പടങ്ങൾ കണ്ട് എനിക്കും ഇതുപോലെ അഭിനയിക്കണം എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുള്ളൊരു സംഭവം, അത് ഉറപ്പാണ്. ഏത് സിനിമ ഇൻഡസ്ട്രി ആയാലും അവിടുത്തെ ലീഡിങ് സൂപ്പർ സ്റ്റാർ ഇമേജുള്ള ഒരു ഹീറോയാണ് ഇതിനകത്തെ ഹീറോ. എന്താ പറയുക, അജിത്തിനൊക്കെ വെച്ച് ചെയ്താണെങ്കിൽ പടം കത്തും, ഉറപ്പാണ്. അതുപോലെ ഇമേജുള്ള ഒരു ഹീറോസ് ചെയ്യുന്ന സംഗതിയാണ് ഇവിടെ പുള്ളി ചെയ്തിരിക്കുന്നത്. അത് അയ്യേ എന്ന് പറയാനുള്ളതുണ്ടെങ്കിലും പക്ഷെ അയ്യയ്യേ വളരെ മോശമായിട്ടാ അയാൾ. ആ ഒരു സംഭവം നമ്മളെ വായിന്ന് വരില്ല. ആ ലെവലിലേക്ക് താഴ്ത്തി കൊണ്ടുപോകാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലത്തെ അഭിനയിച്ച നടനെ കൊണ്ട് ഏതൊരു നല്ല പടമാണെങ്കിലും താഴ്ത്തി കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷെ അങ്ങനെ താഴ്ത്തി കൊണ്ടുപോകാൻ സാധിക്കാത്തടത്താണ് ഈ സംവിധായകൻ്റെ വിജയം എന്ന് പറയുന്നത്. ഇപ്പോൾ ഫ്ലാഷ് ബാക്ക് സീനുകളുടെ പ്രശ്നം ഫൈനൽ ആക്ടിൽ ശരിയാക്കിയിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും ഈ സിനിമയ്ക്കകത്ത് കൊണ്ട് നമുക്ക് നൽകുന്നുണ്ട്. ഇപ്പോൾ വന്ദേ ഭാരത് ട്രെയിനിൽ കൊറിയൻ പടത്തിലെ പോലെ ഫൈറ്റ് ചെയ്യുന്ന അണ്ണാച്ചിനെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സാധിക്കുന്നിടയിന്ന് എന്താ പറയുക, അത് സംവിധായകനോട് നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ്. പടത്തിലെ മറ്റുള്ള കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സലൻ്റ് ആയിരുന്നു. അതായത് ശ്യാമായാലും ആൻഡ്രി ആയാലും ലാലായാലും പിന്നെ ആരാണ് പായൽ രജ്പൂത് ആയാലും ഇവരൊക്കെ ഡീസൻ്റായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ടെക്നിക്കൽ സൈഡ് അടിപൊളിയായിരുന്നു. വലിയ സ്വാഗുള്ള BGM ഒക്കെയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അത് ഇദ്ദേഹം എന്നുള്ളൊരു കുറവ് മാറ്റി നിർത്തുകയാണെങ്കിൽ അടിപൊളിയാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ആ കുറവ് നമ്മൾ സിനിമ കണ്ടു തുടങ്ങുമ്പോൾ പതുക്കെ അങ്ങോട്ട് മറക്കും. അതായത് കഥ ഇൻട്രസ്റ്റിംഗ് ആണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സംവിധായകൻ്റെ പടമാണ്. ഒരു പ്രതിമേനെ കിട്ടിയാലും സിനിമ ചെയ്യാം എന്ന് നമുക്ക് കാട്ടിത്തന്ന ഒരു സിനിമ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്.